ഈ ഒരു മലയോര ഹൈവേ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനമാണ്. കാര്യം എന്താ വെച്ചാൽ തുടങ്ങുന്നത് എടപ്പറമ്പ് തൊട്ട് പാണ്ടി വാർഡിനെയും തൊട്ട് കാട്ടിപ്പാറ വാർഡിനെയും തൊട്ട് 3 വാർഡുകളിൽ കൂടി വളരെ വ്യക്തമായ നല്ലൊരു മാറ്റം കൊണ്ടുവരുന്ന മനോഹരമായ ഒരു പാതയാണ്. പക്ഷെ അതിനെ പരിപൂർണമായിട്ട് അതിൻ്റെ പണി തീർക്കുന്നതിനോ അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നതിനോ ഒന്നും തന്നെ ആരും ശ്രമിച്ചിട്ടില്ല. അപ്പം നമുക്ക് പറയുമ്പോൾ എല്ലാ പാർട്ടിയുടെ ആൾക്കാരുണ്ട്, നമ്മുടെ പഞ്ചായത്ത് അധികൃതരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് അതിനുശേഷം ആ KCBയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അന്ന് എനിക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത് KCBന്ന് ഇതിൻ്റെ കൊട്ടേഷൻ കിട്ടാനുള്ള കാലതാമസം ഉണ്ടായതുകൊണ്ട് ട്രാൻസ്ഫോമർ മാറ്റിയില്ല എന്നുള്ളത്. ഓക്കെ, അതൊരു ചെറിയ കാര്യമല്ലേ? അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ കൊട്ടേഷനോ കാര്യങ്ങളോ പോലും സമയബന്ധിതമായിട്ട് കിട്ടാത്തതുകൊണ്ട് ഇന്നും ആ റോഡിന് കുറുകെ അതങ്ങനെ തന്നെയുണ്ട്. അതിനുശേഷം പിന്നെ ചോദ്യത്തിലേക്ക് പോയപ്പോൾ വനമേഖലയ്ക്ക് പകരം റിസർവ് വനത്തിന് പകരം റവന്യൂ ഭൂമി കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് കൊടുക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും നമ്മളത് ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിൽ വന്നപ്പോൾ മറ്റടുത്ത് ഭൂമി കണ്ടെത്തുകയും അതിനെ ഫോളോ അപ്പ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് വളരെ മനോഹരമായിട്ട് അവിടെ തീർന്നു പോയേനെ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു റോഡാണ് ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത് ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത്. ചെലുത്തേണ്ടത് അല്ല, നിനക്ക് പ്രവർത്തിക്കേണ്ടത് ചെയ്യേണ്ടതായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നാടിലെ നമ്മുടെ ഭരണാധികാരികളാണ്.